അടുത്ത ആഴ്ചത്തേക്കിനുള്ളൊരു ചെറിയ മീൽ പ്രെപ്പ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല സമാധാനം കിട്ടും കേട്ടോ. ഞാൻ തിങ്കളാഴ്ചയാണ് കൂടുതൽ മീൽ പ്രെപ്പ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ആ ഒരാഴ്ച മൊത്തം എനിക്ക് പണി കാണും. അതായത് ഇപ്പോൾ മീൻ വറക്കുന്നത്, അല്ലെങ്കിൽ ഒരു മുട്ട പൊരിക്കുന്നത്, ചോറ് വെക്കുന്നത്, ഇതൊക്കെ നമ്മൾ ഡെയിലി ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ നമുക്ക് വളരെ കുറച്ച് പണി ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ഇടയ്ക്ക് ജോലിയുടെ ഇടയ്ക്കൊന്നൊരു ബ്രേക്ക് എടുത്ത് വന്ന് ചെയ്യാൻ പറ്റുന്ന ജോലി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഒന്നേന്നെല്ലാം ചെയ്ത് തീർക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ആകെ ടെൻഷനായി പോകും. ഇപ്രാവശ്യത്തെ നമ്മുടെ മെയിൻ താരം ഈ പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. അപ്പോൾ പൈനാപ്പിൾ ഇതേ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പും ഇട്ട് വേവിച്ചു. അതിനകത്ത് നമ്മൾ കുറച്ച് കടുക് വറുത്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കായപ്പൊടി ഇട്ടു, ഒന്നുകൂടെ വേവിച്ചു. അത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒന്ന് വെന്തുടഞ്ഞ് കഴിഞ്ഞിട്ട് അതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്തു. തേങ്ങാപ്പാലെന്നല്ല, തേങ്ങ അരച്ചത് ചേർത്തു. എന്നിട്ട് ഒന്നൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ തൈരും കൂടെ ഒഴിച്ചു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡിയായി. നമ്മൾ വിഷുവിന് വാങ്ങിച്ച പൈനാപ്പിളാണ് കേട്ടോ. അത് വെറുതെ ഇരിക്കാനോട് ആർക്കും പൈനാപ്പിൾ കഴിക്കാത്ത ഇഷ്ടം. അപ്പോൾ ഈ ആഴ്ച നമുക്ക് പൈനാപ്പിൾ പുളിശ്ശേരി, ബീട്രൂട്ട് തോരൻ, വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി, കോവയ്ക്ക മെഴുക്ക് വരട്ടി, ചെറുപയർ തോരൻ, പിന്നെ ഉരുളക്കിഴങ്ങ് പയറും മെഴുക്ക് വരട്ടി, വാഴയ്ക്ക തോരനാണ്.